മട്ടൻ ബിരിയാണി, ഊറ വച്ച സോറ്, വയറ് നിറച്ച് കൊഞ്ചം കൊടി എനക്ക്. ഹയ്യ 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 ഹയ്യ. അത് അത് ആട്ടിൻകുട്ടികളുടെ ശബ്ദമാണല്ലോ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹായ് ആട്ടിൻകുട്ടന്മാർ, മട്ടൻ ഇറച്ചി കഴിച്ചിട്ട് എത്ര കാലമായി. എല്ലാം ഒത്തുവന്ന തക്കം. ഇപ്പൊ തന്നെ ഒന്നിനെ തട്ടണം. നാളെ അടുത്തത്. കുശാൽ തന്നെ. ഈ കുന്ന് കയറി വരാൻ ഇതുവരെ തോന്നാത്തത് കഷ്ടമായി പോയി. ലോകത്തിൽ ഏറ്റവും രുചിയുള്ള ഇറച്ചി ആട്ടിൻകുട്ടികളുടേതാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. എന്താടാ ദാസ, ഈ ബുദ്ധി നിനക്ക് നേരത്തെ തോന്നാത്തത്? അയ്യോ, അതൊരു മുട്ടനാടാണല്ലോ. അതിന് വരാൻ കണ്ട സമയം. ആ കുട്ടികളുടെ തന്തയാടാണെന്ന് തോന്നുന്നു. അതിന്റെ ഇടി കൊണ്ടാൽ തടി കേടാകും. നാളെ വരാം. കുട്ടികളെ തിന്നുകഴിഞ്ഞ് പിന്നെ തന്തയാടിനെയും തിന്നാം. അത് 3-4 ദിവസത്തേക്ക് വരും. നാളെ നേരം പുലരുമ്പോൾ തന്നെ വരണം. ഹായ് കുട്ടന്മാരെ, നിങ്ങൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? പുല്ല് മേയാൻ പഠിച്ചു, വെള്ളം കുടിക്കാൻ പഠിച്ചു. മിടുക്കന്മാർ. പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു തരാം. ആ കാണുന്നതാണ് പാലം. എന്താണ്? പാലം. തടി കൊണ്ടുള്ള ഒരു പാലമാണത്. പക്ഷെ ക്രൂരന്മാരായ ചെന്നായ്ക്കളും കാട്ടുമൃഗങ്ങളും അതുവഴി വരാതിരിക്കാൻ ഞാൻ അതിലെ ചില പലകകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പാലം വഴി കടക്കാൻ ശ്രമിക്കരുത്. ഓക്കെ? പിന്നെ നിങ്ങൾ പുല്ലുമേയുമ്പോൾ പുൽച്ചാടി, ചോനനുറുമ്പ് തുടങ്ങിയ ചെറിയ പ്രാണികളെ ചവിട്ടി വേദനിപ്പിക്കരുത്. ഇനി നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ശരി അച്ഛാ. അടുത്ത പ്രഭാതമായപ്പോൾ ചെന്നായ ഉത്സാഹത്തോടെ കുന്നുകയറി. രണ്ടും വരുന്നുണ്ട്. തന്ത്രം ഉപയോഗിച്ചില്ലെങ്കിൽ തന്തയാടറിയും, തടി കേടാകും. ഹലോ കുട്ടന്മാരെ. ഹലോ, നിങ്ങൾ ആരാണ്? ഞാനാണ് പുൽച്ചാടി. ഓ, നിങ്ങളെ കുറിച്ചാണ് ഇന്നലെ അപ്പൻ പഠിപ്പിച്ചത്. പുല്ലുമേയുമ്പോൾ നിങ്ങളെ ചവിട്ടരുതെന്ന്. നന്നായി. ഇവന്മാർക്ക് ഒന്നും അറിയില്ല. എളുപ്പം പറ്റിക്കാം. ഞാൻ പുല്ലിനു മുകളിൽ ഇങ്ങനെ ചാടുന്നത് കൊണ്ടാണ് എന്നെ പുൽച്ചാടി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മേയുമ്പോൾ ചവിട്ടിയാൽ ഞാൻ ചത്തുപോകും. എനിക്ക് നിങ്ങളോടൊപ്പം കളിക്കണമെന്നുണ്ട്. നോക്കൂ, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് കൂട്ടുകാരുമില്ല. ഞാൻ വളരെ ദുഃഖിതനാണ്. സാരമില്ല പുൽച്ചാടി, നീ ഞങ്ങളോടൊപ്പം കളിച്ചോളൂ. നിങ്ങൾ ഇങ്ങു പോരൂ. നമുക്ക് എന്റെ വീട്ടിൽ പോയി കളിക്കാം. അയ്യോ, അതിന് ഞങ്ങൾക്ക് അനുവാദമില്ല. നീ ഇങ്ങ് പോരെ. മര്യാദയ്ക്ക് വരാനാണ് പറഞ്ഞത്. നമ്മൾ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇവൻ പുൽച്ചാടിയൊന്നുമാണെന്ന് തോന്നുന്നില്ല. ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായമുണ്ട്. നിനക്ക് പാലം കടന്നു വരാൻ ധൈര്യമില്ല, അതുകൊണ്ടല്ലേ? അയ്യേ, ഒരു ചെന്നായെ പീറ ആട്ടിൻകുട്ടികൾ കളിയാക്കുന്നു. ഞാൻ ഇപ്പൊ തീർത്തു തരാം. കൊതിമൂത്ത ചെന്നായ പാലത്തിന്റെ പലകകൾ ഇറങ്ങിയിരുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. നന്നായി വെള്ളം കുടിച്ച ചെന്നായ ഒരുവിധം കരയ്ക്ക് കയറി റോക്കറ്റ് പോലെ പറന്നു. പിന്നീട് അവനെ അവിടെ ആരും കണ്ടിട്ടില്ല. പൊടി പോലും കിട്ടിയിട്ടില്ല. ഈ കാട്ടിലൂടെ ഇങ്ങനെ മണ്ടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഉണങ്ങി വലിഞ്ഞ കാട്ടുമുയലും കാട്ടുപൂച്ചയും ഒക്കെ തിന്നു മടുത്തു. ഒരു കോഴിക്കാല് കടിച്ചു വലിച്ച കാലം മറന്നു. എന്തു വന്നാലും വരട്ടെ, നാട്ടിൽ പോയി ഒരു കോഴിപ്പുര കണ്ടുപിടിച്ച് കയറണം.
ഇഷ്ടം പോലെ കോഴിയിറച്ചിയും തിന്ന് ഒരു നൈറ്റ് പാർട്ടി ഇന്ന് തന്നെ പോയി കളയാം. കോഴികളെയെല്ലാം കൂട്ടിൽ പൂട്ടിയിട്ട് എല്ലാ മഠയന്മാരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയം. ഇത് തന്നെയാണ് തക്കം. ഏതെങ്കിലും വലിയ കോഴി ഫാം തട്ടി കണ്ടുപിടിച്ച് കയറണം. എന്നിട്ട് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതിനെ സെലക്ട് ചെയ്ത് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം മുറുന്നു. ഇതാ ചുമരുകൾക്ക് നിറം നൽകുന്നവരുടെ ഗ്രാമമാണല്ലോ. ഈ പാത്രത്തിൽ എന്താ? ചിലപ്പോ കോഴിയിറച്ചി ആയിരിക്കും. ഒന്ന് ചാടി കയറി നോക്കിയാലോ? അയ്യോ അമ്മച്ചി, അയ്യോ എന്തോന്നടേ ഇത് ചക്കയിറക്ക. കേറി പോരാൻ പറ്റണില്ലെന്ന് മാത്രമല്ല കൂടുതൽ താഴ്ന്നു പോവുകയാണല്ലോ. ഓ മൈ ഗോഡ്. ഒരു സഹായത്തിന് നിലവിളിച്ചാൽ നാട്ടുകാർ വന്ന് തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ മുങ്ങിച്ചാകും. ഡാർക്ക് സീൻ തന്നെ. വല്ല ബിരിയാണി ചെമ്പിലും വീണാ മതിയായിരുന്നു. ഒരു കണക്കിന് കുറുക്കൻ പുറത്തിറങ്ങി ഓടി. നേരം വെളുത്തു. അമ്മേ, ഇതെന്തൊരു ജീവിയാണ്? ഇത് കടിക്കുമോ? ഇതുപോലൊരെണ്ണം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇന്ന് തന്നെ സിംഹരാജന് വിവരം അറിയിക്കണം. ചായത്തിൽ വീണ് നിറം മാറിയ കുറുക്കനെ അവർക്കാർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല. എല്ലാവരും അവനെ കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. ഏതോ ഒരു അപൂർവ ജീവിയാണ് അവിടെ എത്തിയതെന്ന് അവർ കരുതി. ആ ജീവി കാട്ടിലെത്തിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സിംഹരാജന്റെ ചെവിയിലും ഈ വാർത്ത എത്തി. മൃഗങ്ങളെല്ലാം തന്നെ ഭയപ്പെടുന്നുണ്ടെന്ന് കുറുക്കൻ തിരിച്ചറിഞ്ഞു. അയ്യേ, എന്തായത്? ചീവീടിന്റെ ഒച്ച പോലെ ഉണ്ടല്ലോ. ഞാൻ എന്റെ ശരീരവും ശബ്ദവും ചെറുതാക്കി വച്ചിരിക്കുകയാണ്. വലുതാക്കിയാൽ ഉടനെ ഞാൻ നിന്നെ തിന്നും. ജീവൻ വേണേ ഗുഹ വിട്ട് ഓടിക്കോ. ഇനി ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ഭയപ്പെട്ട സിംഹം ജീവനും കൊണ്ട് ഓടിപ്പോയി. നിങ്ങളെല്ലാവരും ദിവസവും എനിക്ക് സുഭിക്ഷമായി ഇറച്ചി കൊണ്ടുവരണം. ഒരു ജീവനുള്ള മൃഗം എനിക്ക് ദിനവും തിന്നാൻ വേണം. ഇല്ലെങ്കിൽ ആ കിഴവൻ സിംഹത്തിനെ പോലെ നിങ്ങൾക്കും ഈ കാട് വിട്ട് ഓടിപ്പോകാം. ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും. സിംഹരാജൻ പോലും ഓടിപ്പോയി. രാത്രി നമുക്കെല്ലാവർക്കും ചെന്ന് പുതിയ രാജാവിനോട് സങ്കടം ഉണർത്തിക്കാം. രാത്രി അവരെല്ലാവരും പുതിയ രാജാവിന്റെ മുന്നിലെത്തി. അകലെ കുറുക്കൻ മലയിൽ കുറുക്കന്മാർ കൂട്ടമായി ഓരിയിടാൻ തുടങ്ങി. ചായത്തിൽ വീണ കുറുക്കൻ രാജാവിനും തന്റെ ജന്മസിദ്ധമായ വാസന പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൻ ഉച്ചത്തിലോരിയിട്ടു. എടാ കള്ളൻ കുറുക്കൻ, ഇവൻ നമ്മുടെ കേളു കുറുക്കനാണ്. അവനെ തല്ലി ഓടിക്ക്. പിന്നീട് ഒരിക്കലും കേളുകുറുക്കൻ ആ വനത്തിലേക്ക് മടങ്ങി വന്നില്ല.